നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. പ്രഗ്നൻസിയിൽ പല്ലിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈവൻ ഗൈനക്കോളജിസ്റ്റുകൾ പോലും പലപ്പോഴും ഈ ദന്തസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം അതിനെക്കുറിച്ച് പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും പലപ്പോഴും അവരുടെ തിരക്കുകൾക്കിടയിൽ നടക്കാറില്ല. അപ്പോൾ ഈ പല്ലുകളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഒരാളുടെ ജനറൽ ഹെൽത്തിനെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. പ്രഗ്നൻസിയിൽ ഈ പല്ലുകൾക്ക് പല്ലുകളുടെ ആരോഗ്യത്തിന് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം. ഉദാഹരണത്തിന് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ജിഞ്ചിവൈറ്റിസ്, അതായത് മോണവീക്കം. 60% ഗർഭിണികളിൽ ഈ മോണവീക്കം ഉണ്ടാകാറുണ്ട്. ഈ പ്രഗ്നൻസിയിൽ ഈ ചില ബാക്ടീരിയകൾ വായ്ക്കകത്തുള്ള ഈ ഓറൽ പ്ലാക്സ് എന്ന് പറയും, അതായത് പല്ലിൻ്റെ ബേസിൽ ആ മോണയോട് ചേർന്ന് ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള ഒരു ഫിലിം പോലെ ഒട്ടിയിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാറുണ്ട്. ഇത് ശരിക്കും ഒരു ബാക്ടീരിയയുടെ ഒരു കോട്ടിംഗ് ആണ് അതിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് ചില ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നമ്മൾ പറയും, ചില കെമിക്കൽസൊക്കെ റിലീസ് ചെയ്തിട്ട് ഈ മോണയ്ക്ക് വീക്കം വരാനും ഉള്ള സാധ്യത പ്രഗ്നൻസിയിലാണ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിയുമ്പോൾ ഈ മോണയ്ക്ക് വീക്കം വരികയും തൽഫലമായി അവിടുന്ന് ബ്ലഡ് വരികയും വേദന ഉണ്ടാകാനുമൊക്കെ, ഈ ബ്രഷ് ചെയ്യുമ്പോഴുള്ള ബ്ലീഡിങ്, ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ ചെറിയ ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് വാഷ് ചെയ്യുന്നത്, റിൻസ് ചെയ്യുന്നത് ഈ മോണവീക്കത്തിന് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ചില ട്യൂമേഴ്സ്, അതായത് ചെറിയ ഗ്രോത്ത് പോലെ മോണയിൽ നിന്ന് ഏകദേശം 2 സെൻറ്റിമീറ്റർ വരെ വലുപ്പമൊക്കെ വരാവുന്ന ഗ്രോത്തുകൾ, എപ്പുലിസ് എന്ന് പറയും, ആ ട്യൂമേഴ്സും ഇതുപോലെ ഈ ഓറൽ പ്ലാക്സിൽ നിന്നുള്ള ഈ ബാക്ടീരിയകളുടെ ചില ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ആ കെമിക്കൽസൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ഈ മോണയ്ക്ക് ഇതുപോലുള്ള ചില ട്യൂമർ പോലെ തോന്നാറുണ്ട്. ഇത് സാധാരണ പ്രഗ്നൻസി കഴിയുമ്പോൾ യൂഷ്വലി അത് തന്നെ റിസോൾവ് ചെയ്ത് പോകും. ചിലപ്പോൾ വളരെ കൂടുതൽ വേദനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലൊക്കെ ആണെങ്കിൽ അപൂർവമായിട്ട് ചിലപ്പോൾ അത് റിമൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ അതങ്ങ് പൊക്കൊള്ളും. പിന്നെയുള്ളത് പല്ലിൻ്റെ മൊബിലിറ്റിയാണ്. ചിലപ്പോൾ പല്ല് ഇത്തിരി ഇളകുന്ന പോലെ പ്രഗ്നൻസിയിലൊരു ഫീൽ ഉണ്ടാവും. ഇത് കാരണം നമുക്കറിയാം, ഓരോ പല്ലിനും അതിൻ്റേതായ ഒരു സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ബോണ് അല്ലെങ്കിൽ ചില ലിഗമെൻറ്റ്സ് ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്താണ് നിർത്തുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസി ഹോർമോണിൻ്റെ ഇഫക്റ്റ് കാരണം ഈ ലിഗമെൻറ്റ്സൊക്കെ ഒന്ന് ലൂസാകാനും തൽഫലമായ ഒരു ഇളക്കമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇത് കാരണം പല്ല് സാധാരണ നഷ്ടപ്പെടാറില്ല. ഒരു ചെറിയ ഇളക്കം നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് പ്രഗ്നൻസിയിൽ വരാവുന്നത് പല്ലിൻ്റെ ആ ഇനാമൽ. നമുക്കറിയാം, പല്ലിന് പുറമേ ഒരു ഹാർഡ് കോറാണ് ഇനാമൽ. അപ്പോൾ ഈ ഇനാമൽ പ്രഗ്നൻസിയിലെ ചേഞ്ച് കാരണം ചിലർക്ക് ഛർദിൽ അല്ലെങ്കിൽ ഈ ആഹാരം തികട്ടി വരുന്ന ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കൂടുതൽ ആസിഡ് എപ്പോഴും വായിലുണ്ടാവും. അപ്പോൾ ഈ ആസിഡ് ഈ ഇനാമലിന് ചെറിയ ക്ഷതം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പറയും, ഛർദിച്ചൊക്കെ കഴിഞ്ഞ്, പ്രത്യേകിച്ച് മോർണിംഗ് സിക്നസ്സൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ഛർദിലൊക്കെ കഴിഞ്ഞാൽ ഉടനെ പോയി ബ്രഷ് ചെയ്യരുതെന്ന് പറയും. അതായത് ഇനാമലിന് അത് ഒന്നുകൂടെ ഹാനികരമാകും. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് അതിനുശേഷം വെറുതെ വെള്ളമൊഴിച്ച് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കറിയാം ബേക്കിംഗ് സോഡ, ഇതുപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് ഇളക്കിയിട്ട് നമുക്ക് അത് ഉപയോഗിച്ച് വായ കഴുകാം. ഏകദേശം അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ പല്ല് ബ്രഷ് ചെയ്യാമുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ ഇനാമലിന് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അറിയേണ്ടത് ടൂത്തിൻ്റെ കേരീസാണ്, അതായത് പല്ലിൻ്റെ ക്യാവിറ്റീസ് ഉണ്ടാകുക. നമുക്കറിയാം, പ്രഗ്നൻസിയിൽ ഫുഡ് ക്രേവിങ്സ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ഷുഗറി ഫുഡൊക്കെ കഴിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഈ വൊമിറ്റിംഗ് സെൻസേഷൻ, പ്രത്യേകിച്ച് ഏർലി പ്രഗ്നൻസിയിലൊക്കെ വൊമിറ്റിംഗ് ഒക്കെ വന്നു കഴിയുമ്പോൾ കൂടുതൽ ആസിഡൊക്കെ വായിക്കകത്തുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം കൂടുതൽ പല്ലിൻ്റെ ആ കേരീസ്, പല്ലിൻ്റെ ആ ഡാമേജ്, ക്യാവിറ്റീസൊക്കെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയും പ്രഗ്നൻസിയിലുണ്ട്. പിന്നെയുള്ളത് പെരിയോഡോണ്ടൈറ്റിസ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല്ല് അതിനെ ചുറ്റും സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പെരിയോഡോണ്ടൽ മെംബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഈ വായ്ക്കകത്തുള്ള ഈ ഓറൽ പ്ലാക്സിൽ നിന്നൊക്കെയുള്ള ബാക്ടീരിയ മൂലം ആ കെമിക്കൽസ് റിലീസ്ഡായിട്ട് ഈ മെംബ്രെയിനൊക്കെ ഇൻഫ്ലമേഷൻ വന്ന്, നീർക്കെട്ട് വന്ന് അതിനൊക്കെ ഡാമേജ്, ഈ ബോണിനുമൊക്കെ ഒരു ഡാമേജ് ഉണ്ടാകുവാനായിട്ട് ഈ ഇൻഫെക്ഷൻ മൂലം സാധ്യതയുണ്ട്. 1996 തന്നെ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് നടന്ന്
ഈ പെരിയോഡോണ്ടൈറ്റിസ് ഉള്ളവരിൽ അതായത് 18% നമ്മളുടെ പ്രീ ടേം ഡെലിവറിയുടെ കോസ് ഈ പെരിയോഡോണ്ടൈറ്റിസ് ആണെന്ന് ചില സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്. അതായത് മാസം തികയാതെയുള്ള പ്രസവത്തിന് ഒരു പ്രധാന കാരണം ഈ പെരിയോഡോണ്ടൈറ്റിസ് മൂലം ഉണ്ടാകാം. അപ്പോൾ നമുക്കത് ശ്രദ്ധിച്ചാൽ, അതായത് ഈ ഓറൽ പ്ലാക്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് നമ്മൾ സാധാരണ നമ്മളുടെ അടുത്ത് പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിന് വരുന്നവരോട് തന്നെ നമ്മൾ പറയും, 6 മാസത്തിൽ എല്ലാ 6 മാസത്തിലും ഒരിക്കലെങ്കിലും ഒരു ഡെൻ്റൽ ചെക്കപ്പ് അത്യാവശ്യമാണ്. ഇതുപോലെ പ്ലാക്സ് അതുപോലെ ഡെൻ്റൽ ക്ലീനിങ്, അതൊക്കെ നമുക്ക് പ്ലാക്സ് റിമൂവ് ചെയ്യുക, ഡെൻ്റൽ ക്ലീനിങ്, അതൊക്കെ നമുക്ക് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ സോഫ്റ്റ് ബ്രഷ് ആയിരിക്കണം പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുക. നമുക്കറിയാം ഈ മോണ വീക്കമൊക്കെ കാരണം കൂടുതൽ മോണയ്ക്ക് ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ സോഫ്റ്റ് ബ്രഷസ് ഉപയോഗിക്കുക. ദിവസം 2 നേരമെങ്കിലും തീർച്ചയായിട്ടും ബ്രഷ് ചെയ്യണം. ഡെൻ്റൽ ഫ്ലോസിങ്, അതായത് ഡെൻ്റൽ ഫ്ലോസിങ് മൂലം ഈ പല്ലിനിടയിലുള്ള ഈ മോണയ്ക്കും പല്ലിനും ഇടയ്ക്ക് ഫുഡ് പാർട്ടിക്കിൾ കയറിയിരിക്കുന്നതൊക്കെ മാറ്റുവാനും തൽഫലമായി ഈ പ്ലാക്സ് ഒന്നും ഉണ്ടാവാതിരിക്കാനും സഹായിക്കും. അപ്പോൾ അതൊക്കെ ഗർഭിണികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റുകൾ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഡെൻ്റൽ കാരീസ്, ഈ ബാക്ടീരിയയെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനും ഇത് സഹായിക്കും. അതുപോലെ എന്തെങ്കിലും എല്ലാ അമ്മമാരോടും പ്രഗ്നൻസിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഡെൻ്റൽ ഹെൽത്തിനെക്കുറിച്ച് തീർച്ചയായിട്ടും തിരക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഡോക്ടറോട് പറയേണ്ടതുമാണ്. അതായത് പല്ലിന് വേദന, പുളിപ്പ് പോലെ തോന്നുക, ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡ് ചെയ്യുക, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ അറിയിക്കണം. നമുക്കറിയാം പ്രഗ്നൻസി ഒരു ടീച്ചബിൾ മൊമെൻ്റാണ്. അതായത് അമ്മയും വളരെ റിസപ്റ്റീവായിരിക്കും. ഏതെങ്കിലും നമ്മൾ ആ കുഞ്ഞിന് ദോഷകരമാകുന്ന യാതൊന്നും ഉണ്ടാവരുത് എന്ന് ഏതമ്മയും ആഗ്രഹിക്കും. അപ്പം ഈ ഓറൽ ഹെൽത്തിനെക്കുറിച്ചും ടീച്ച് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു സമയം തന്നെയാണ് പ്രഗ്നൻസി. കെയർ ചെയ്യുവാൻ ഏറ്റവും പറ്റിയ സമയം തന്നെയാണ് പ്രഗ്നൻസി. പലർക്കും ഒരു ടെൻഷനാണ്, പല്ലിൻ്റെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് പ്രഗ്നൻസിയിൽ ചെയ്യാമോ എന്നൊക്കെയുള്ള ടെൻഷൻ. അതായത് നമുക്ക് ആവശ്യമെങ്കിൽ ഏത് പ്രൊസീജിയറും പ്രഗ്നൻസിയിൽ ചെയ്യാം. ഉദാഹരണത്തിന് ഡെൻ്റൽ എക്സ്ട്രാക്ഷൻ, പല്ലെടുക്കുക, അല്ലെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ അത്യാവശ്യമാണെങ്കിൽ ഏത് സമയത്തും ചെയ്യാം. സാധാരണ ഇലക്റ്റീവായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതായത് എമർജൻസി അല്ലാത്തതെല്ലാം നമ്മൾ ആദ്യത്തെ ആ 3 മാസത്തിന് ശേഷമാണ് ചെയ്യുക. പക്ഷേ ആവശ്യമെന്ന് കണ്ടാൽ ഈ പ്രൊസീജിയേഴ്സ് എപ്പോഴാണെങ്കിലും ചെയ്യാം. കാരണം ഈ ഡെൻ്റൽ കേരീസ്, അതായത് ക്യാവിറ്റീസൊക്കെ ഫില്ല് ചെയ്തില്ല എങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളും ആ പല്ലിൻ്റെ ഡാമേജ് ഉണ്ടാകാനും തൽഫലമായി നമ്മൾ പറഞ്ഞതുപോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിപ്പെടാനും സാധ്യതയുണ്ട്. പിന്നെ പലർക്കും ആൻറ്റിബയോട്ടിക്സ് എടുക്കാമോ, പ്രഗ്നൻസിയിൽ സേഫായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോടും അതിനെക്കുറിച്ച് സംസാരിക്കാമല്ലോ. അതിനെക്കുറിച്ച് ആ സേഫായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ പല്ലൊക്കെ എടുക്കേണ്ടി വന്നാൽ ആവശ്യമായ ആ ഇഞ്ചക്ഷൻസ്, ആ ലിഗ്നോക്കെയിൻ എന്നുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലവും പ്രഗ്നൻസിക്ക് കാണാറില്ല. അതുപോലെ ഡെൻ്റൽ എക്സ്റേസ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഡെൻ്റൽ എക്സ്റേ എടുക്കുന്നതിനും യാതൊരു പ്രോബ്ലവും പഠനങ്ങളിലൊന്നും തെളിയിച്ചിട്ടില്ല. അപ്പോൾ ആവശ്യമുള്ള നമ്മൾ ആ എക്സ്റേ എടുക്കുകയാണെങ്കിൽ തൈറോയിഡിന് വേണ്ടിയുള്ള ഷീൽഡ്, അതുപോലെ വയറിനുള്ള ഷീൽഡ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഡെൻ്റൽ എക്സ്റേ എടുക്കുന്നത്. ആവശ്യമെങ്കിൽ എക്സ്റേസ് എടുക്കുന്നതും പ്രഗ്നൻസിക്ക് ഹാം ചെയ്യാറില്ല. അതുപോലെ പല്ലിൻ്റെ അകത്തുള്ള ബാക്ടീരിയ, ഈ കെരിയോജനിക് ബാക്ടീരിയ ഈ ഡെലിവറി കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കെയർ ചെയ്യുന്ന സമയത്തും പ്രത്യേകിച്ച് ചിലപ്പോൾ കാണാറുണ്ട്, അമ്മ കുഞ്ഞുമായിട്ടൊക്കെ ചിലപ്പോൾ ഫീഡിങ് ടൈമിലൊക്കെ ചിലപ്പോൾ കുഞ്ഞിനും അമ്മയും കൂടെ ഒരു സ്പൂൺ തന്നെയൊക്കെ ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമ്മയുടെ വായിലുള്ള ആ ബാക്ടീരിയ കുഞ്ഞിലേക്കും ചെന്നാൽ കുഞ്ഞിൻ്റെ പല്ലുകൾക്കും ഡാമേജ് ഉണ്ടാകാം. അപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും അതിനുശേഷം നമ്മൾ കെയർ ചെയ്യുന്ന നഴ്സിംഗ് ചെയ്യുമ്പോഴും ഈ കുഞ്ഞിനും പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനായിട്ട് ഓറൽ ഹെൽത്ത് പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.